നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ പുതുതായി 27 പേർക്ക് കോവിഡ്-19 ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതോടെ യുഎഇയിലെ ആകെ രോഗികളുടെ എണ്ണം 140 ഉയർന്നു. 31 പേർ പൂർണ്ണമായും രോഗമുക്തിയും ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. ഇവരിൽ 3 സ്വദേശികളും സിറിയ, ശ്രീലങ്കൻ സ്വദേശികൾ ഓരോന്ന് വീതവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പുതുതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചവർ ഏതൊക്കെ രാജ്യക്കാരാണെന്ന വിവരം അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വൈറസ് പടരാതിരിക്കാൻ പൊതുജനം പരസ്പരം അകലം പാലിക്കണമെന്നും കൂട്ടായ്മകൾ ഒഴിവാക്കണമെന്നും അബുദാബി ആരോഗ്യ വിഭാഗം കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ഫരീദ് അൽ ഹുസൈനി പറയുകയും ചെയ്തു. വിസ നൽകുന്നത് നിർത്തിവച്ചെങ്കിലും നിശ്ചിത രാജ്യങ്ങൾക്ക് വിമാനത്താവളത്തിൽ വിസ, അതായത് ഓൺ അറൈവൽ വിസ ലഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ അറിയിച്ചു. 45 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് എമിറേറ്റ്സ് എയർലൈൻസ് വഴി ഓൺ അറൈവൽ വിസ ലഭിക്കുക. 45 രാജ്യങ്ങൾ ഇവയാണ്: ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ബെൽജിയം, ബ്രൂണൈ, ബൾഗേറിയ, കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹോങ്കോങ്, ഹംഗറി, അയർലാൻഡ്, ജപ്പാൻ, ലാത്വിയ, ലിച്ചൻ, ലിഥാനിയ, ലക്സംബർഗ്, മലേഷ്യ, മാൾട്ട, മൊണോക്കോ, ഹോളണ്ട്, ന്യൂസിലാൻഡ്, നോർവേ, പോളണ്ട്, പോർച്ചുഗീസ്, റുമേനിയ, സാൻ മാർനോ, സിംഗപ്പൂർ, സ്ലോവാക്യ, സ്ലോവീനിയ, സൗത്ത് കൊറിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, വത്തിക്കാൻ, UK, US എന്നീ രാജ്യങ്ങൾക്ക് പുറമെ റോമിൽ നിന്നുള്ള ഇറ്റലിക്കാർക്കും വിസ ലഭിക്കുന്നതായിരിക്കും. വിമാനത്താവളത്തിൽ എത്തുന്നവരെ ക്യാമറ വഴി തെർമൽ സ്കാനിങ്ങിനും വിധേയമാക്കും. കസ്റ്റംസ് കൗണ്ടറിലേക്ക് നീങ്ങുന്ന സമയത്താണ് യാത്രക്കാർ കൊറോണ വൈറസ് പരിശോധനയ്ക്ക് വിധേയമാവുക. അതോടൊപ്പം തന്നെ പ്രവാസികളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ തീരുമാനം പുറത്തേക്ക് വന്നത്. ഈ മാസം 22 മുതൽ, അതായത് ഞായറാഴ്ച മുതൽ 28 വരെ രാജ്യാന്തര വിമാന സർവീസുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇന്ത്യയിലേക്ക് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഈ സമയങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും നാട്ടിലേക്ക് എത്തേണ്ടവരുമായ പ്രവാസികൾ കുടുങ്ങിയ അവസ്ഥയിലാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയവർ. കൊറോണ വൈറസ് വ്യാപകമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം സ്വീകരിച്ചത്. ഇതിനു മുന്നേ തന്നെ നാട്ടിലേക്ക് എത്താനുള്ള തിടുക്കത്തിലാണ് ഓരോ പ്രവാസികളും. എയർ ഇന്ത്യ എക്സ്പ്രസ് ഷാർജ, ദുബായ് സെക്ടറുകളിൽ നിന്ന് കൊച്ചി, മംഗലാപുരം, പൂനെ സെക്ടറുകളിലേക്കുള്ള ചില ദിവസങ്ങളിലെ സർവീസുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിരുന്നു. ഈ വിലക്ക് പൂർണ്ണമായും തുടരുന്നതുവരെ 28-ന് ശേഷം, അതായത് 29-ാം തീയതി മാത്രമേ ഈ വിലക്ക് നീങ്ങുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കുകയോ, ഇല്ലെങ്കിൽ കേന്ദ്രം നിശ്ചയിച്ച 28 എന്ന തീയതി കഴിയുന്നതുവരെ പ്രവാസികൾ ഇനി ആശങ്കാകുലരാണ്. ഒരുപക്ഷെ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിലക്ക് 1 മാസത്തോളം നീട്ടിയേക്കുമെന്നും സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.